IT ജോബൊക്കെ എന്ത് 15,000 എവിടെ കിടക്കുന്നു, 40,000 എവിടെ കിടക്കുന്നു. IT ജോബിൽ ഞാൻ ഒരു മാസം വർക്ക് ചെയ്ത് കിട്ടുന്ന എൻ്റെ എൻട്രി ലെവൽ സാലറി എനിക്ക് വീക്ക്ലി ഏൺ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഈ IT കമ്പനിയിൽ നിന്ന് ഞാനിപ്പോൾ റിസൈൻ ചെയ്യുവാണ്. നമ്മൾ ഇതുവരെ സമ്പാദിച്ചതൊക്കെ വേസ്റ്റാണ്, നമ്മൾ ചെയ്ത പണിയൊക്കെ വേസ്റ്റാണ്. കാരണം നിങ്ങൾ ഏൺ ചെയ്യുന്നതിൻ്റെ പകുതി പൈസ എക്സ്പെൻസ് ആയിട്ട് മാറിയില്ലേ, പിന്നെ എങ്ങനെ സേവ് ചെയ്യാൻ പറ്റും? അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നോളജ് ക്യാപിറ്റലിൽ വർക്ക് ചെയ്യാൻ ഒരു സ്റ്റുഡൻറ്റ് പോലും കാണത്തില്ല. എനിക്കൊരു 1 മന്ത് ബെഡ് റെസ്റ്റ് എടുക്കേണ്ടി വന്നു, ബാക്ക് പെയിൻ കാരണം. റീസെൻ്റ്ലി നമ്മൾ ഒരുപാട് പേര് സ്വിഗ്ഗി, സൊമാറ്റോ, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള കൊമേഴ്സ് പ്ലാറ്റ്ഫോം വഴി ഒരുപാട് സാധനങ്ങൾ ഓർഡർ ചെയ്യാറുണ്ട്. ഇത് ഡെലിവറി ചെയ്യാനായിട്ട് അവരുടേതായ ഡെലിവറി പാർട്ട്നേഴ്സ് നമ്മളെ വീട്ടിൽ വരാറുമുണ്ട്. ഇതിലെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ നോക്കിക്കഴിഞ്ഞാൽ സ്വിഗ്ഗി, സൊമാറ്റോയിൽ മാത്രം വർക്ക് ചെയ്യുന്ന 30% ഓഫ് എംപ്ലോയീസ് ഓവർ ക്വാളിഫൈഡ് ആണ്. അതായത് BA, BCom, BBA പോലെയുള്ള പ്രൊഫഷണൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവരാണ്. ചിലപ്പോൾ ഈ കാര്യം നിങ്ങൾക്ക് നേരത്തെ അറിയായിരിക്കാം. മേ ബി നിങ്ങളുടെ നെയ്ബേഴ്സ്, നിങ്ങളുടെ ഫ്രണ്ട്സ്, എന്നിട്ട് നിങ്ങളുടെ ഫാമിലിയുള്ള ഒരാൾ പോലും ഈ ഡെലിവറി ജോബിന് ഇപ്പോഴും പോകുന്നുണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെ പഠിച്ചിട്ട് ഇവരെന്തിനാണ് ഈ ലേബർ ജോബ് അല്ലെങ്കിൽ ഡെലിവറി ജോബ് ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏൺ മണി മോർ ഫാസ്റ്റർ മെൻറ്റാലിറ്റി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു 4 ഇയർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാനൊരു ജോലിക്ക് അപ്ലൈ ചെയ്താൽ എനിക്കൊരു 15 to 20K സാലറിയിൽ ഒരു 9 to 6 ജോബ് കിട്ടും, അതായത് ഒരു IT ജോബ്. അതേ ഞാനിപ്പോൾ ഒരു ഡെലിവറി ജോബിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഡെയിലി ഒരു 1000 തൊട്ട് 1500 വരെ ഏൺ ചെയ്യാൻ പറ്റും. വീക്കിലി നോക്കുകയാണെങ്കിൽ 10,000 to 15,000 രൂപ. അതായത് IT ജോബിൽ ഞാൻ ഒരു മാസം വർക്ക് ചെയ്ത് കിട്ടുന്ന എൻ്റെ എൻട്രി ലെവൽ സാലറി എനിക്ക് വീക്കിലി ഏൺ ചെയ്യാൻ പറ്റും. അതേ മന്ത്ലി എടുത്തു കഴിഞ്ഞാൽ 30,000. ചില റിപ്പോർട്ട്സ് പറയുന്നത് 40,000 to 50,000 വരെ ഏൺ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നാണ്. അപ്പോൾ ഇത്രയും ഷോർട്ട് പീരീഡിൽ ഇത്രയും വലിയ ഇൻകം നേടുന്നതാണ് ഏൺ മണി മോർ ഫാസ്റ്റർ മെൻറ്റാലിറ്റീനെ ട്രിഗർ ചെയ്യുന്ന കാര്യം. മാത്രമല്ല ഇവർ ആഗ്രഹിക്കുന്നത് ഫ്രീഡം ഓഫ് വർക്കും കൂടെയാണ്. അതായത് നിങ്ങൾക്കൊരു ഡ്രൈവിംഗ് ലൈസൻസും ID പ്രൂഫും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി പോയി ജോയിൻ ചെയ്യാനായിട്ട് ഒരു 2,500 ഫീസും ഉണ്ടാവും. അതേസമയത്ത് നിങ്ങൾക്ക് ഡെലിവറിക്ക് എപ്പോൾ വേണമെങ്കിലും പോവാം, എപ്പോൾ വേണമെങ്കിലും ലീവ് എടുക്കാം, നിങ്ങളെ മാനേജ് ചെയ്യാൻ ആരും കാണത്തുപോലുമില്ല. പക്ഷേ അതേസമയത്ത് ഒരു IT ജോബ് എടുത്തു കഴിഞ്ഞാൽ സെയിം 4 ഇയർ ഡിഗ്രി കഴിഞ്ഞിട്ട് നിങ്ങളൊരു ജോബിന് അപ്ലൈ ചെയ്യണം, അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, അവിടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യണം, HR വിളിച്ച് നിങ്ങളെ ഹയർ ചെയ്യണം, ട്രെയിനിങ് പീരീഡ് ഉണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്ന സാലറി ആയിരിക്കും 15 to 20K. മാത്രമല്ല നിങ്ങൾ മാനേജ് ചെയ്യാൻ ടീം ലീഡർ ഉണ്ടാവും, നിങ്ങൾക്ക് ലീവ് എടുക്കണമെങ്കിൽ മെയിൽ അയച്ച് അപ്രൂവൽ എടുക്കണം, പഞ്ച് ഇൻ പഞ്ച് ഔട്ട് ടൈം എന്ന് വരെ എല്ലാ കാര്യങ്ങളും സ്ട്രിക്ട്ലി മോണിറ്റേഡ് ആയിരിക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ സെറ്റ്, അടിപൊളി, IT ജോബൊക്കെ എന്ത് 15,000 എവിടെ കിടക്കുന്നു, 40,000 എവിടെ കിടക്കുന്നു, നമുക്കും പോയാലോ എന്നല്ലേ. ഇവിടെയാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദാറ്റ് ഈസ് നോളജ് ക്യാപിറ്റൽ ആൻഡ് ലേബർ ക്യാപിറ്റൽ. പണ്ടൊക്കെ നമ്മുടെ പാരൻസ് കൂലിപ്പണിക്കൊക്കെ പോയാണ് കഷ്ടപ്പെട്ട് നമ്മളെ പഠിപ്പിച്ചത്. കാരണം ഒരിക്കലും അവരനുഭവിച്ച ഈ കഷ്ടം നമ്മൾ അനുഭവിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ്. കാരണം അവർ ചെയ്തത് ഫിസിക്കൽ ജോബ്, അതായത് ലേബർ ക്യാപിറ്റൽ ജോബ്. അവിടെ നമ്മൾ പോയാൽ മാത്രം പോരാ, നമ്മൾ എത്ര പണിയെടുത്തു, എത്ര നേരം എടുത്തു എന്നുള്ളതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് സാലറി കിട്ടുന്നത്. അഥവാ ഇവർ പോയില്ല എന്നുണ്ടെങ്കിൽ അവർ വേറെ ആളെ വെച്ച് ചെയ്യിപ്പിക്കും. കാരണം ഇവിടെ നോളജിൻ്റെ ആവശ്യമില്ലല്ലോ, ഫുൾ ഫിസിക്കൽ ജോബല്ലേ. ബട്ട് നോളജ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച കാര്യത്തിനുള്ള ജോലി. ഇത് ഒരിക്കലും വെറുതെ റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഈ IT കമ്പനിയിൽ നിന്ന് ഞാനിപ്പോൾ റിസൈൻ ചെയ്യുവാണ്, അല്ലെങ്കിൽ വേറൊരു കമ്പനിയിലോട്ട് സ്വിച്ച് ചെയ്യാൻ നോക്കുവാണ്. ഈ ടൈം പീരീഡിൽ ഈ കമ്പനിക്ക് എന്നെപ്പോലെ എക്സ്പീരിയൻസും സ്കിൽ നോളജും ഉള്ള ഒരാളെ ഹയർ ചെയ്യണം. ഇതിനു വേണ്ടി കമ്പനീസ് ചോദിക്കുന്ന ടൈമാണ് നോട്ടീസ് പീരീഡ്. കാരണം ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് വരെ ഇവിടെ വർക്ക് ചെയ്യാൻ വേറെ ആൾ വേണ്ടേ. ദാറ്റ് ഈസ് ദ പവർ ഓഫ് നോളജ് ക്യാപിറ്റൽ. ഇതുകൊണ്ടാണ് പണ്ട് കോളേജിലും സ്കൂളിലും ഒക്കെ ടീച്ചർമാർ നല്ലപോലെ പഠിക്കുകയില്ലെങ്കിൽ വല്ല ലേബർ ജോബിന് പോകേണ്ടി വരും എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്, പഠിച്ചിട്ടില്ലാലും ലേബർ ജോബിന് പോവുക. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഇല്യൂഷൻ ഓഫ് ഇൻകം. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഡെലിവറി ജോബിന് പോകുന്ന ആൾക്ക് 30,000-40,000 എന്തിന് 50,000 വരെ ഏൺ ചെയ്യാൻ പറ്റുമ്പോൾ എന്തിന് 15,000-20,000 രൂപയ്ക്ക് ഒരു IT ജോബിന് പോകണം? ഇതാണ് പ്രശ്നം. ഇതാണ് ഇപ്പോഴത്തെ മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നം. നമുക്കിപ്പോൾ ഒരു ചെറിയ ഗ്രാഫ് നോക്കാം. ഇപ്പോൾ ഈ 2026 നിങ്ങളൊരു ഡെലിവറി ജോബിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങളൊരു 30,000 എന്തിനൊരു 40,000 വരെ ഏൺ ചെയ്യും. പക്ഷേ അതേ ഒരു IT ജോബിൽ കയറിയാൽ 15 to 20K. ഇതേ ഒരു 10 വർഷം കഴിഞ്ഞ്, അതായത് 2036 എടുത്ത് നോക്കിയാൽ ഡെലിവറി പാർട്ട്നേഴ്സ് ഒരു 40 to 45 വരെ ഏൺ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇത് നിങ്ങളുടെ ഡെലിവറി എക്സ്പീരിയൻസിലോ സാലറി ഹൈക്കോ കാരണം ഉണ്ടായതല്ല, പ്യുവർ ഇൻഫ്ലേഷൻ. അതായത് 10 വർഷം മുന്നേ ഉണ്ടായിരുന്ന പെട്രോളിൻ്റെ വില അല്ലല്ലോ ഇന്നത്തെ, സാധനങ്ങളുടെ വിലയൊക്കെ മാറിയില്ലേ. ഈ ഇൻഫ്ലേഷൻ കാരണം ഉണ്ടായതാണ് ഈ സാലറി ഹൈക്ക്. അതായത് 45,000 എന്ന് പറയുന്ന ഈ ഹൈക്ക് വരാൻ കാരണം ഇൻഫ്ലേഷൻ കാരണമാണ്. ബട്ട് അതേ ഒരു IT ജോബ് എടുത്ത് നോക്കിയാൽ ഒരു 2030 വരെ നിങ്ങൾക്കൊരു സ്ലോ ഗ്രോത്ത് ആയിരിക്കും. അറൗണ്ട് ഒരു 30-40K വരെയൊക്കെ ഹൈക്ക് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ 2030-36 കഴിയുമ്പോഴേക്കും നിങ്ങൾക്കൊരു 1 lakh അല്ലെങ്കിൽ 2 lakhന് പുറത്ത് നിങ്ങളുടെ സാലറി റീച്ച് ആയിട്ടുണ്ടാവും. അതെങ്ങനെ 2030 വരെ സ്ലോ ഗ്രോത്ത് പിന്നെ പെട്ടെന്നൊരു ഹൈക്ക്? ഇതല്ലേ നിങ്ങളുടെ ഡൗട്ട്. നോർമലി നിങ്ങളൊരു ഫ്രഷറായിട്ട് ഒരു കമ്പനിയിൽ ജോലിക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നോളജ് ഉണ്ടാവും.
പക്ഷേ ഇതൊക്കെ വെച്ചിട്ട് ഈ കമ്പനിയിൽ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. ഇതൊക്കെ നിങ്ങൾ പതുക്കെ ലേൺ ചെയ്യാൻ തുടങ്ങും. ഈ ലേണിങ്ങിലൂടെ നിങ്ങൾക്ക് പുതിയ എക്സ്പീരിയൻസ് കിട്ടും, നിങ്ങൾക്ക് പുതിയ പ്രോജക്ട്സ് അവർ തരും, നിങ്ങളുടെ അണ്ടറിൽ ടീം ബിൽഡാവും, നിങ്ങളിനി അവരെ മാനേജ് ചെയ്യും. ഇത്രയും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഓബ്വിയസ്ലി നിങ്ങളുടെ സാലറി പതുക്കെ കൂടി തുടങ്ങും. ഇത് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു 10 വർഷത്തിൽ കൂടുതൽ IT പ്രൊഫഷനിൽ നിൽക്കുന്ന എല്ലാവർക്കും ലാക്സിലാണ് സാലറി കിട്ടുന്നത്. സോ ഓബ്വിയസ്ലി നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഈ ഗ്രാഫ് കൂടിക്കൊണ്ടേയിരിക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും 40K എന്താ കുഴപ്പം, അത് വെച്ചും ജീവിക്കാമല്ലോ എന്ന്. ഇവിടെയാണ് അടുത്ത പ്രശ്നം വരുന്നത്. ദാറ്റ് ഈസ് ഹിഡൻ എക്സ്പെൻസ്. അപ്പോൾ ഒരു IT ജോബിന് ഹിഡൻ എക്സ്പെൻസ് ഇല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ഓബിയസ്ലി പെട്രോൾ എക്സ്പെൻസും, നമ്മൾ അധികം നേരം ഒരേ സ്ഥലത്ത് ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഹെൽത്ത് ഇഷ്യൂസും ബാക്ക് സ്ട്രെയിൻ ആവുന്നതുകൊണ്ട് ഹെൽത്ത് ഇഷ്യൂസും ഒക്കെ ഉണ്ടാവും. അങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴേ ഹെൽത്ത് ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ രാവിലെ ബൈക്ക് എടുത്തുകൊണ്ട് ഒരു ഫുൾ ഡേ വെയിലത്തും മഴയത്തും ഡെലിവറി ചെയ്യുന്ന നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരുമോ ഇല്ലേ? ഉറപ്പായിട്ടും വരും. അതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഞാൻ. കാരണം ഞാൻ ഈ കാർട്ടിൽ ഡെലിവറി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഡെലിവറി ചെയ്ത് ഇങ്ങനെയല്ല, ഇങ്ങനെയായിരുന്നു. ഒരുപാട് ലോഡും വെയിറ്റും ഒക്കെ എൻ്റെ ബാഗിലുള്ളത് കൊണ്ട് കാരണം എനിക്കൊരു 1 മന്ത് ബെഡ് റെസ്റ്റ് എടുക്കേണ്ടി വന്നു, ബാക്ക് പെയിന് കാരണം. ഈ ഹിഡൻ കോസ്റ്റിൽ ഹെൽത്ത് ഇഷ്യൂസ് മാത്രമല്ല, പെട്രോൾ. നമ്മൾ നോർമലി ഒരു ഡെലിവറി ജോബിന് പോകുന്ന ആൾക്ക് 1500 വരെയൊക്കെ ഏൺ ചെയ്യണമെങ്കിൽ മിനിമം ഒരു 500 എങ്കിലും നിങ്ങൾ പെട്രോൾ അടിച്ചിരിക്കണം. ഇത് നിങ്ങൾ കണക്ക് നോക്കുന്നുണ്ടോ? ഇല്ല. രണ്ടാമത് ബൈക്ക് മെയിൻ്റനൻസ്. നോർമലി നമ്മൾ 3 മാസത്തിൽ ഒരിക്കലായിരിക്കും നമ്മൾ ബൈക്ക് കൊണ്ട് സർവീസിന് കൊടുക്കുന്നത്. പക്ഷേ അതേ ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മന്ത്ലി സർവീസ് ആവശ്യം വരും. അതും ഒരു 10,000 രൂപയെങ്കിലും ബില്ലിംഗ് ഉണ്ടാവും. ഇത് നിങ്ങൾ കൂട്ടുന്നുണ്ടോ? ഇല്ല. മൂന്നാമത് ഫുഡ്. ഇപ്പോൾ നമ്മൾ രാവിലെ മേ ബി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടായിരിക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പക്ഷേ ഉച്ചയ്ക്കുള്ള ലഞ്ചും ഡിന്നറും ഒക്കെ നമ്മൾ പുറത്തു നിന്നായിരിക്കും കഴിക്കുന്നത്. ഇതിന് അറ്റ്ലീസ്റ്റ് ഒരു ദിവസം 200 നമ്മൾ ചിലവ് ചെയ്യും. ഇത് നിങ്ങൾ കൂട്ടുന്നുണ്ടോ? ഇല്ല. ബട്ട് ലാസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, ആക്സിഡൻ്റൽ റിസ്ക്. സോ ഫൈനലി ഹിഡൻ എക്സ്പെൻസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഏൺ ചെയ്യുന്നതിൻ്റെ 40 to 50% ഓഫ് ഇൻകം നിങ്ങൾ ഈ ജോബിന് വേണ്ടിയിട്ട് തന്നെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾ നോക്കുന്നുണ്ടോ? ഇല്ല. ഇപ്പോൾ ഈ ഹിഡൻ എക്സ്പെൻസിനെ കുറിച്ച് പറഞ്ഞ ഈ സമയത്ത് നെറ്റ് വർത്തിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. നമുക്ക് ആർക്ക് വേണമെങ്കിലും സമ്പാദിക്കാം, എങ്ങനെ വേണമെങ്കിലും സമ്പാദിക്കാം. പക്ഷേ ഒരു 10-15 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ സമ്പാദിച്ച പൈസയിൽ നിന്ന് ഒരു പൈസ പോലും സേവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഇതുവരെ സമ്പാദിച്ചതൊക്കെ വേസ്റ്റാണ്, നമ്മൾ ചെയ്ത പണിയൊക്കെ വേസ്റ്റാണ്. ഒരു IT എംപ്ലോയിക്ക് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിഷ്യൽ സ്റ്റേജിൽ പറ്റൂലായിരിക്കാം. പക്ഷേ പുള്ളിക്കാരൻ്റെ എക്സ്പീരിയൻസും സാലറിയും കൂടുന്തോറും അതിൻ്റേതായ രീതിയിൽ പുള്ളിക്കാരൻ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് വരുവാണെങ്കിൽ പുള്ളിക്കാരന് ഓബ്വിയസ്ലി ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷേ ഒരു ഡെലിവറി ജോബിന് ഇതൊന്നും പറ്റില്ല. കാരണം നിങ്ങൾ ഏൺ ചെയ്യുന്നതിൻ്റെ പകുതി പൈസ എക്സ്പെൻസ് ആയിട്ട് മാറുകയല്ലേ, പിന്നെ എങ്ങനെ സേവ് ചെയ്യാൻ പറ്റും? ഈ നെറ്റ്വർക്കിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് നെറ്റ്വർക്കിങ്ങിനെ കുറിച്ച് പറയാതിരിക്കാനും പറ്റില്ല. ഇപ്പോൾ ഒരു IT ജോബ് അല്ലെങ്കിൽ ഒരു MNCയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ കൊളീഗായിട്ട് ഒരുപാട് പേരുണ്ടാവും. ഒരു ഡെവലപ്പർ ഉണ്ടാവും, മേ ബി ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടൻറ്റ് ഉണ്ടാവും, ഒരു HR മാനേജർ ഉണ്ടാവും. ഇവരുമായിട്ടൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇവർ ഫ്യൂച്ചറിൽ നിങ്ങളെ ഹെൽപ്പും ചെയ്യും. പക്ഷേ അതേ സമയത്ത് ഡെലിവറി ജോബിൽ കമ്മിങ് ബാക്ക് ടു ഇൻകം. ഇപ്പം നിങ്ങൾ ഒരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ഒരു വലിയ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു പുതിയൊരു പ്രോഡക്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു. ഈ പ്രോഡക്റ്റ് വെച്ച് നിങ്ങളുടെ കമ്പനി ഒരു വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കി. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ചെറിയ ഷെയർ ഉറപ്പായിട്ട് നിങ്ങൾക്കോ നിങ്ങളുടെ ടീമിനോ ഓവറോളായിട്ട് നിങ്ങളുടെ കമ്പനി തരും. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ നോളജിന് വേണ്ടിയിട്ടാണ്. ഇതാണ് നോളജിൻ്റെ പവർ. ബട്ട് അതേ ലേബർ ക്യാപിറ്റൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ക്വാണ്ടിറ്റി ബേസ്ഡ് വേജാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതായത് നിങ്ങൾ അവിടെ പോയി ജോലി ചെയ്തു, എത്ര ഡെലിവറി ചെയ്തു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് സാലറി കിട്ടുന്നത്. ഈ ജോലി വേറെ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ റീപ്ലേസ് ചെയ്യാനും എളുപ്പമാണ്. ചൈനയിലൊക്കെ ഡ്രോൺ ഡെലിവറി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഇന്ത്യയിൽ അത് ഫ്യൂച്ചറിൽ ഉറപ്പായിട്ടും വരും. സോ ഓബിയസ്ലി ഇപ്പോൾ ഡെലിവറി ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേരുടെ പണിയും ഉറപ്പായിട്ടും പോകും. ഇപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വേറൊരു ചോദ്യം വന്നിട്ടുണ്ടാവും. വന്നപ്പോൾ IT ജോബ്സൊക്കെ കുറേ ലേ ഓഫ്സ് നടന്നല്ലോ, അതെന്താ റീപ്ലേസ്മെൻ്റ് അല്ലേ എന്ന് ചോദിക്കുക. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന് ഒരു ടൂളാണ്. ഇപ്പോൾ ഞാൻ ഒരു ഡെവലപ്പർ ആണെങ്കിൽ ഈ ടൂൾസൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന പണി എനിക്ക് ഇരട്ടി വേഗത്തിൽ ചെയ്യാൻ പറ്റും. എൻ്റെ ജൂനിയേഴ്സിനും ഇതേപോലെ തന്നെ. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പണി സ്പീഡപ്പ് ആയതുകൊണ്ട് എൻ്റെ സ്കെയിലപ്പ് കൂടും, എൻ്റെ സാലറി കൂടും, എൻ്റെ പൊസിഷൻ മാറും. അതേപോലെ ആയിരിക്കും എൻ്റെ ജൂനിയേഴ്സിനും. അവർ ഇപ്പോൾ എൻ്റെ പൊസിഷനിലോട്ട് വരികയും ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ അവരും ഇതേപോലെ സ്കെയിലപ്പ് ചെയ്ത് വരും. സോ ഒരിക്കലും നിങ്ങൾ റീപ്ലേസ് ചെയ്യാനും പോകുന്നില്ല. ഞങ്ങൾ മാത്രമല്ല, ഒരു എംപ്ലോയീസിനെ റീപ്ലേസ് ചെയ്യാൻ പോകില്ല, അവരെ സ്കെയിലപ്പ് ചെയ്യാനേ പോകണുള്ളൂ. പിന്നെ ഈ ലേ ഓഫിൻ്റെ കാര്യം, ഇത് മോസ്റ്റ് കമ്പനീസും ചെയ്യുന്നത് കോസ്റ്റ് കട്ട് ചെയ്യാനും പ്രോഫിറ്റ് കൂട്ടാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ എന്താ പറയുന്നത്, ഈ ലേബർ ജോബൊക്കെ വേസ്റ്റാണ്, ഡെലിവറി ജോബൊക്കെ വേസ്റ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. നിങ്ങളിപ്പോൾ ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് ഏൺ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ബെസ്റ്റാണ്. പക്ഷേ ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ജോബ് കണ്ടിന്യൂ ചെയ്യേണ്ട എന്നേ എനിക്ക് പറയാനുള്ളൂ.
മേ ബി നിങ്ങളിപ്പോൾ പറയും ഡിഗ്രി കഴിഞ്ഞ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ല ഓപ്പണിങ്സ് ഇല്ല, നല്ല പാക്കേജ് ഇല്ല, ആരും ഞങ്ങൾ ഹയർ പോലും ചെയ്യുന്നില്ല എന്നൊക്കെ. പക്ഷേ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, ഇപ്പോഴും ഈ 4 വർഷത്തിൻ്റെ ഡിഗ്രി കഴിഞ്ഞിട്ട് പ്രോപ്പറായിട്ട് സെൽഫ് ഇൻട്രോ പറയാൻ പറ്റാത്ത കാൻഡിഡേറ്റ്സ് ഇപ്പോഴും കേരളത്തിലുണ്ട്. സോ ഇങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ജോലിയൊന്നുമില്ല, ആരും ഹയർ ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റും? ജോലിയൊക്കെ ഒരുപാടുണ്ട്, പക്ഷെ അതിനേക്കാളും കൂടുതൽ സ്കിൽ ഗ്യാപ്പ് കുറേയുണ്ട്. ഈ സ്കിൽ ഗ്യാപ്പിന് കാരണം സ്റ്റുഡൻസ് നിങ്ങളല്ല, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മുടെ ഇൻഡസ്ട്രി ഡിമാൻഡിനനുസരിച്ച് അലൈൻ ആവാത്തത് കൊണ്ടാണ്. ഈ അലൈൻമെൻറ്റ് ശരിയായില്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഒരുപാട് ഗ്രാജുവേറ്റ്സ് നോളജ് ക്യാപിറ്റലിന് പകരം ലേബർ ക്യാപിറ്റലിലോട്ട് ജോയിൻ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നോളജ് ക്യാപിറ്റലിൽ വർക്ക് ചെയ്യാൻ ഒരു സ്റ്റുഡൻറ്റ് പോലും കാണത്തില്ല. അപ്പോൾ ഈ അലൈൻമെൻറ്റ് ശരിയായി കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആവും ചോദിച്ചു കഴിഞ്ഞാൽ ആവും, ഓബ്വിയസ്ലി ആവും. പക്ഷേ എപ്പോൾ ആവും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല. പക്ഷേ നിങ്ങൾക്ക് പറ്റും, ഇൻഡസ്ട്രി ഡിമാൻഡിനനുസരിച്ച് അലൈൻ ആവാൻ നിങ്ങൾക്ക് പറ്റും. ഇതിന് നിങ്ങൾ അപ്സ്കിൽ ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് നോളജ് ഡെവലപ്പ് ചെയ്യണം. അതിന് ഒരുപാട് ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. കോക്കനട്ട് അക്കാഡമി ഇതുപോലൊരു ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞങ്ങളുടെ കരിയർ കൗൺസിലിംഗ് എക്സ്പേർട്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്ത് ഗൈഡ് ചെയ്യും. സോ ഫൈനലി ഞാൻ പറയാൻ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും അപ്സ്കിൽ ചെയ്യുന്നതും നോളജ് ഡെവലപ്പ് ചെയ്യുന്നതും നിർത്തരുത്. കാരണം ഇപ്പോഴും കമ്പനീസ് ഡിഗ്രി അല്ലാണ്ട് സ്കിൽ സെറ്റുള്ള ആൾക്കാരെ ഹയർ ചെയ്യുന്നുണ്ട്. ലൈക്ക് കോഡിങ്, SAP, ഡേറ്റ അനാലിറ്റിക്സ്, ഡേറ്റ സയൻസ്, AI, വീഡിയോ എഡിറ്റിംഗ്, VFX, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഹയറിങ് നടക്കുന്നുണ്ട്. നെവർ സ്റ്റോപ്പ് ലേണിംഗ്. ജോലി കിട്ടിയാലും നിർത്തരുത്. കാരണം നോളജ് ഈസ് പവർഫുൾ ആൻഡ് ഓൾവേസ് യൂസ്ഫുൾ. സോ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, കോക്കനട്ട് അക്കാഡമി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ ഇനി അടുത്ത വീഡിയോസിൽ വീണ്ടും കാണാം. ദിസ് ഇസ് SK സൈനിങ് ഓഫ് ഫ്രം കോക്കനട്ട്.